ഹലോ ഓൾ ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കഥ പറയാം കേട്ടോ. എനിക്കുണ്ടായ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആണ്. അപ്പം ഞാൻ ഇതുപോലെ മുമ്പൊരു കോളേജ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. മുമ്പൊരു കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിനെ എക്സ്റ്റേണൽ ഇൻവിജിലേഷനായിട്ട് മറ്റു പല കോളേജിലേക്കും അവർ പറഞ്ഞു വിടുമായിരുന്നു. ഓക്കെ, അതെല്ലായിടത്തും ഉള്ളതാണ്. അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ ഇൻവിജിലേഷന് പോയ സമയത്ത് ആ കോളേജിൽ നമുക്കൊരു ക്ലാസ് കിട്ടി. നമ്മളവിടെ ഇൻവിജിലേറ്ററായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ ഈ പറഞ്ഞ പോലെ ചില കുട്ടികളുടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പം അവരുടെയൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക, നമുക്ക് നോർമലി അല്ല അത് തോന്നിയത്. അപ്പം അവരിങ്ങനെ കണ്ണൊക്കെ ചെറുതായിരിക്കുക, ചുവന്നിരിക്കുക, അങ്ങനെ ഇൻക്ലൂഡിങ് ഗേൾസ് ആൻഡ് ബോയ്സ് ആണ് കേട്ടോ പറയണത്. 1, 2, 3 പേര് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി വല്ല ഫീവർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പം ഈ കുട്ടികൾ എഴുതുന്നില്ല, എക്സാം എഴുതുന്നില്ല. ഒന്ന് ഈ ഫ്രണ്ട് പേജ് ഉണ്ടല്ലോ, നമ്മുടെ പേരും രജിസ്റ്റർ നമ്പറും എല്ലാം ഫില്ല് ചെയ്യുന്ന ആ ഒരു പേജ് മാത്രം ഫില്ല് ചെയ്തിട്ട് അവർ ചുമ്മാ ഇരുന്നിട്ട് അവരിങ്ങനെ എന്തോ ആലോചിച്ച് ഏതോ ഒരു മായിക ലോകത്തിലിരിക്കും, കുറേ നേരം കിടക്കും. അപ്പം നമ്മൾ ആസ് എൻ ഇൻവിജിലേറ്റർ നമ്മൾ അവരെ പോയിട്ട് എക്സാം എഴുതാനായിട്ട് നമ്മൾ അവരെ കമ്പൽ ചെയ്യും, എന്തെങ്കിലുമൊക്കെ എഴുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സ്റ്റിൽ അവർ ആ സമയത്ത് എന്നൊക്കെ മൂളും. പിന്നെ അവർ അതുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് കാണാനിടയായി. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. കാരണം മുമ്പും ഞാൻ ഇൻവിജിലേഷന് പോയിട്ടുണ്ട്, നമ്മുടെ ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും ഒക്കെ പോകാറുണ്ട്. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എക്സാം എഴുതാത്ത പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് അവർക്ക് ആകെപ്പാടെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാത്തിലും കണ്ണൊക്കെ ചുവന്നിരിക്കുക, അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. അന്നങ്ങനെ എക്സാം ഇൻവിജിലേഷൻ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ഞങ്ങൾ ആ കോറിഡോറിൽ നിന്നിട്ട് വർത്തമാനം പറയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ പോയത്. അപ്പം നിന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു, അവിടെ ഈ സൺഷെയ്ഡിന്റെ അവിടെയായിട്ട് കുറേ ഇങ്ങനെ ചെറിയ ബെഡ് കണക്കുള്ള ഒരു ചെറിയ സ്മോൾ ഭയങ്കര സ്പോഞ്ച് പോലത്തെ ഒരു സാധനം ഇങ്ങനെ സ്പിറ്റ് ചെയ്തിട്ടതുപോലെ കാണാനിടയായി. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇതെന്താണ് ഇവിടെ മൊത്തം ഇങ്ങനെ കിടപ്പുണ്ടല്ലോ, ഓരോരോ പാക്കറ്റ്സ് പോലെ കാണാൻ പറ്റി. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, ഇത് കൂൾ ലിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണെന്ന് പറഞ്ഞു. കൂൾ ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ കേട്ടത് തുളിപ്സ് എന്നാട്ടോ. അപ്പം ഞാൻ ഓർത്തത് അതൊരു ഫ്ലവർ അല്ലേ, അതൊരു ഫ്ലവർ ആണല്ലോ, അപ്പം എന്താണ് ഈ സംഭവം എന്ന് എനിക്ക് അങ്ങനെ ക്ലിയർ ആയില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചപ്പോഴാണ് ആള് പറഞ്ഞത് കൂൾ ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൊബാക്കോയുടെ ഒരു വകഭേദമായിട്ടുള്ളൊരു സാധനമാണ്. അത് ഈ കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ കൂൾ ലിപ്സ് എന്ന്. അപ്പം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇത്. അപ്പം അന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സ്മോക്ക്ലെസ് ടുബാക്കോ പോലെ, അല്ലെങ്കിൽ ഒരു നമുക്കൊരു സഡൻ ഹൈ തരുന്ന, അന്ന് എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ ഒരു അതായത് ഡ്രഗ്, കഞ്ചാവിൻ്റെ പോലെ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഡ്രഗ് പോലെയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഈ സ്മോക്ക്ലെസ് ടുബാക്കോ പോലെയുള്ള ഒരു സാധനമാണ്. അത് കൂടുതലായിട്ടും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് സ്കൂൾസിലൂടെയാണ്. സ്കൂൾ സ്റ്റുഡൻസിനാണ് അവരത് ആ ഒരു നെറ്റ്വർക്ക് മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് കോളേജ് സ്റ്റുഡൻസിലേക്കൊക്കെ എത്തും, അവരിലൂടെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള, ഭാവിയിൽ നമ്മളെ ഈ ഡ്രഗ്സിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു കൂൾ ലിപ്സ്. അന്നാണ് ഈ പറയുന്ന പേരെന്താണെന്നും അതെന്താണ് സാധനമെന്ന് പോലും എനിക്ക് മനസ്സിലായത്. ഈവൻ ഞാൻ എന്താ പറയുക, ടീച്ചറാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് സത്യം പറഞ്ഞാൽ അതറിയില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഞങ്ങളുടെ ഒരു ജനറേഷൻ വരെ ഈ ഡ്രഗ്സ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ കുറവായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ ഈവൻ ഇപ്പൊ പോലും അങ്ങനത്തെ പല സാധനങ്ങളുടെയും പേരറിയില്ല എന്നുള്ളതിൽ അഭിമാനം തോന്നുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. അപ്പം ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂൾ ലിപ്സ് മാത്രമല്ല, നമ്മുടെ ചുറ്റും ഇപ്പം ഒരുപാട് പേര് ഈ ഡ്രഗ്സിന് അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റും നടക്കുന്ന ക്രൈമിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡ്രഗിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ ഡ്രഗ്സ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എസ്പെഷ്യലി പബ്ലിക്
ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ, അറിയപ്പെടുന്ന ആൾക്കാർ, ഇപ്പം സിനിമാക്കാരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വളരെ കുറവാണ്. മേ ബി അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. മേ ബി അവരും ഇതിൻ്റെ ഒരു ഭാഗവാക്കാകുന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ പരസ്യമായിട്ടും രഹസ്യമായിട്ടും നമുക്കറിയാം പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഇന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസസും അതുപോലെ ഈ ഡ്രഗ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസും, ഇത് എന്താണ് ഇവ തമ്മിലുള്ള കണക്ഷൻ, ഇനി അഥവാ നമ്മളിപ്പം ഡ്രഗ്സിന് ഒരു അഡിക്ഷൻ വന്നാൽ തന്നെ അതിന് എങ്ങനെ പുറത്തു വരാം എന്ന് ഞാൻ കുറച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ ഡ്രഗിന് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന എന്താ പറയുക പലതരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് നമ്മുടെ ജനറേഷൻ അടിമപ്പെട്ടു പോകുന്നതെന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ പറയട്ടെ, നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഈ ഡോപ്പമൈൻ റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോർമോണിനെ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ പ്ലഷർ ഹോർമോൺസ് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡോപ്പമൈൻ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും, നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും, നമ്മളൊരു ഹൈ ആവുന്ന പോലെ തന്നെയാണ്. ഇത് എക്സസൈസ് ചെയ്യുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും ചെയ്യുമ്പോൾ ഈ ഒരു ഡോപ്പമൈൻ റിലീസ് ആവാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് അതിനോടൊരു ആനന്ദം കിട്ടുന്നത് കേട്ടോ. അപ്പം ഈ ഡ്രഗിന്റെ ഒരു എന്താ പറയാ അത് വർക്ക് ചെയ്യുന്ന ഒരു രീതി അങ്ങനെ തന്നെയാണ്. നമ്മൾ പല ഡ്രഗ്സും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സഡൻ ആയിട്ടുള്ള ഒരു ഡോപ്പമൈൻ റഷ് കിട്ടുകയാണ്. അതിൽ അടങ്ങിയിട്ടുള്ള പല കണ്ടന്റ്സും കൊണ്ടും നമുക്ക് ഒരു പെട്ടെന്നൊരു ഡോപ്പമൈൻ റഷ് കിട്ടുകയും നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം, ഒരു ആനന്ദം അതിലൂടെ കിട്ടുക എന്നാണ് ഈ ഒരു ഡ്രഗ്സിന്റെ എന്താ പറയുക സിസ്റ്റം അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന ഒരു രീതിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക പല ഡ്രഗ്സും നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ തോന്നുന്നതും നമ്മൾക്കതൊരു അഡിക്ഷൻ ആയിട്ട് മാറുന്നതും. ഞാൻ പറഞ്ഞു ഈ ഡോപ്പമൈൻ നമുക്കൊരു സന്തോഷം തരുന്ന ഹോർമോൺ ആണെന്ന് പറഞ്ഞല്ലേ. മാത്രമല്ല ഈ ഡോപ്പമൈൻ തന്നെ നമുക്കൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് ഹോർമോണും ആണ്. കൂടാതെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സാധാരണ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുടെ 10 times മോർ പ്ലഷർ അല്ലെങ്കിൽ ഹാപ്പിനെസ് ആണ് നമുക്ക് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം അതിലടങ്ങിയിട്ടുള്ള കണ്ടന്റ്സ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പലർക്കും ഈ ഡ്രഗ്സിന് കഴിക്കുന്തോറും അത് പിന്നെയും പിന്നെയും വേണം, അത് പിന്നെയും യൂസ് ചെയ്യണം, അതിനു വേണ്ടി എന്ത് മാർഗം അവർ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്. ഇനി ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ഒരു കോസ് അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ലാക്ക് ഓഫ് എക്കണോമിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്. ഇത് രണ്ടുമാണ് പോലും നമ്മൾ ഈ ഡ്രഗ്സിലേക്ക് എത്തിച്ചേരുന്ന ഒരു കോസ് ആയിട്ട് കാണപ്പെടുന്നത്. അതായത് നമുക്ക് പൈസ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പോവർട്ടി അങ്ങനത്തെ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പം എല്ലാവരും ഇപ്പം സിനിമാക്കാരാണെങ്കിലും എത്ര പൈസ ഉള്ളവരും ആ ഒരു ഡ്രഗ്സിന്റെ ആ ഒരു ശൃംഖലയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ കോസ് ആയിട്ട് പറയപ്പെടുന്നത് ഈ നമുക്കൊരു എക്കണോമിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത്, ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും, അതുപോലെ അൺഎംപ്ലോയ്മെന്റ്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം സംതിങ് റിലേറ്റഡ് ടു മണി ആണ് അല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടാതെ വരുമ്പം നമ്മൾ ആ പണം കിട്ടണം എന്ന് അത്രയും ആഗ്രഹിച്ച് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത്രയ്ക്കും പണം ആവശ്യമുണ്ടെന്ന് കണ്ടു കഴിയുമ്പം അവര് എങ്ങനെയൊക്കെയോ ഈ ഒരു ശൃംഖലയിലേക്ക് എത്തിപ്പെടും. മാത്രമല്ല നമ്മുടെ ചുറ്റും നമ്മുടെ കുട്ടികളെയും നമ്മുടെ ബാക്കിയുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് കുട്ടികളെ എന്താ പറയുക ചുറ്റും ഇതിന്റെ നെറ്റ്വർക്ക്സ്, ഈ ഡ്രഗ്സ് ട്രാഫിക്കിങ് കാര്യങ്ങളും അവരുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പണത്തിനോട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അത് കുട്ടികളായിക്കോട്ടെ, ഇപ്പോഴത്തെ എന്താ പറയാ പല കാര്യങ്ങളും അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും അവർ പോയിട്ട് ഇതിൽ അകപ്പെട്ടു പോകുന്നത്. പിന്നീട് അതിന് പുറത്തു വരാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഡ്രഗ്സിന്റെ യൂസേജ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മേ ബി അവരതൊരു ഞാനിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യണം എന്ന്
കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അവർ പോകുന്നത്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുട്ടികളായിക്കോട്ടെ, അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ മേ ബി അവർ ഈ ഒരു നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അവരും ഇതുപോലെ അതിൽപ്പെട്ട് അകപ്പെട്ടു പോയതായിരിക്കാം. പിന്നീട് അവർ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിന്റെ യൂസേജ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇപ്പം സ്മോക്കിംഗ് ആണെങ്കിലും നമുക്കറിയാമല്ലോ, സ്മോക്കിംഗ് ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, ഈ കള്ളു കുടിക്കുന്നവരും പുകവലിക്കുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ഡ്രഗ്സ് ഞങ്ങളുടെ ജനറേഷനിൽ അത്ര വലിയൊരു അത്രയും വ്യാപകമായിട്ടില്ലെങ്കിൽ കൂടെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഈ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ചിലപ്പം പറഞ്ഞു കാണും, നീ സ്മോക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കൂ, അപ്പോൾ അത് ഭയങ്കര രസമാണ്, നമുക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു ഹൈ തരും എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പം അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പലരും ഈ സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഒക്കെ. അപ്പോൾ മേ ബി അവർക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കൂട്ടുകാരുടെ ഒരു നിർബന്ധം, അല്ലെങ്കിൽ അവരൊക്കെ സ്മോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ സ്മോക്ക് ചെയ്തില്ലെങ്കിൽ അത് മോശമാണ്, അങ്ങനെയുള്ള ആ ഒരു ഏജിന്റെ കാര്യങ്ങളും തോട്ട്സ് ഒക്കെ കൊണ്ട് ചിലപ്പം അവർ എക്സ്പെരിമെന്റലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആയിരിക്കും ഈ പറയുന്ന സ്മോക്കിംഗ് ആണെങ്കിലും ഈ ഡ്രഗ്സ് ആണെങ്കിലും. പക്ഷേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഈസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രഗ്സ് ആണെങ്കിലും സ്മോക്കിംഗ് ഒക്കെ ആണെങ്കിലും അത് അഡിക്റ്റീവാണ്, അഡിക്ഷൻ തരുന്നൊരു കാര്യമാണ്. അപ്പം ഈ ഡ്രഗ്സ് യൂസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള രീതിയിലൂടെയാണ്. ഇനി വൺസ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു നെർവസ് സിസ്റ്റത്തെ, നമുക്കറിയാമല്ലോ ഈ ബ്രെയിനിലേക്കാണ് ഈ സിഗ്നൽസ് ഒക്കെ പോണത്. നമ്മളുടെ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ, നമ്മളുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ ഇമ്പൾസീവായിട്ട് ചില കാര്യങ്ങൾ ഡിസിഷൻസ് എടുക്കുക, പെട്ടെന്ന് തോന്നുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതാണ് ഈ ക്രൈംസിലൊക്കെ പിന്നീട് അത് ലീഡ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുമല്ലോ ഈ ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൈംസ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, ഇവരെങ്ങനെയാണ് ക്രിമിനൽ ബിഹേവിയർ ആകുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് അവരുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പൾസീവ് ആയിരിക്കും. അത് പെട്ടെന്ന്. പിന്നെ ഞാൻ തന്നെ ഇതുപോലെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. 1-2 ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ടീച്ചേഴ്സ് ഉണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അവർ പറഞ്ഞത് അവരുടെ മ്യൂച്വലി അവർക്ക് അറിയാവുന്ന 1-2 പേരോട്, അവർക്ക് ഈ എക്സ്പീരിയൻസ് ഉള്ള 1-2 പേരോട് ഈ കാര്യം ചോദിക്കാനിടയായി. അതായത് എന്താണ് ഈ ഡ്രഗ്സ് നമ്മൾ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലൂടെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് ഈ ഡ്രഗ്സ് ചെല്ലുന്ന സമയത്ത് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ ഫ്രണ്ട് ഷെയർ ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ച് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പഠിത്തം കഴിഞ്ഞ് ആ കൊച്ചിനെ ഇതുപോലെ ബാംഗ്ലൂർ ഹയർ സ്റ്റഡീസിനായിട്ട് വിട്ടു. അവിടെ പോയ സമയത്ത് ഇതുപോലെ ആ കുട്ടിയുടെ റൂംമേറ്റ്സ് ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം അവർ ട്രൈ ചെയ്തു. MDMA, സ്റ്റാമ്പ്, ജോയിന്റ്, അങ്ങനെ ബാംഗ്ലൂർ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. പിന്നീട് ക്ലാസ്സിൽ പോകുന്നതൊക്കെ കുറഞ്ഞു. രാവിലെയോ രാത്രിയോ ഒന്നൊന്നുമില്ല. കുറേ കമ്പനിക്കാരുണ്ട്, ഇൻക്ലൂഡിങ് ഗേൾസ്. അവരൊക്കെ ആയിട്ട് കിട്ടുന്ന, അതായത് ഗേൾസും ബോയ്സും ഒന്നും ഇല്ലാതെ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രഗ്സിന് വേണ്ടിയിട്ട് അവർ അഡിക്റ്റായി. അങ്ങനെ അവർ ക്ലാസ്സിലും പോവില്ല, പുറത്തൊക്കെ ഈ സാധനങ്ങളൊക്കെ അടിച്ച്, ഈ പേര് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഈ MDMA, സ്റ്റാമ്പ്, ജോയിന്റ് എന്നുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പം ഒരുപാട് നമ്മളൊന്നും അറിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനോ അതിന് മുന്നുള്ളവരൊന്നും അറിയാത്ത ഒരുപാട് ഇതുപോലെയുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ ചുറ്റും അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. ഈവൻ എത്ര ബാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഈ കൂൾ ലിപ്സ് വരെ ബാൻ ചെയ്ത സാധനമാണ്, പക്ഷെ ഇപ്പൊ എല്ലായിടത്തും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടി ഇതുപോലെ ഇതെല്ലാം അടിച്ച് ലാസ്റ്റ് അഡിക്ഷനായി, അങ്ങനെ പഠിക്കാണ്ടായി, തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നാട്ടിൽ വന്നത്. അങ്ങനെ ആ കുട്ടിയെ പാരൻസ് കുറേ കാലം അടച്ചിട്ടു. പിന്നെ അതിന് ശേഷം ആ കുട്ടി എന്താ പറയുക, റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോവുകയും അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് എടുക്കുകയും പിന്നെ ആ കൊച്ചിനെ കുറെ കാലം കണ്ടില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കറിയില്ല ബാക്കി ഡീറ്റെയിൽസ് ഒന്നും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള എക്സ്പീരിയൻസസ് മാത്രമാണ്. വളരെ നിസ്സാരം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വളരെ എക്സ്ട്രീം ലെവൽ. ഇപ്പം ഇതിന്റെ യൂസേജ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്.
അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുക, ഒരുപാട് ക്രൈംസ് ചെയ്യുക, പിന്നീട് അവരെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പൊക്കൊണ്ടിരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. ഇപ്പം റീസെന്റ് തന്നെ ന്യൂസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 5 പേരെ കൊന്നു എന്ന് പറയുന്നു ഒരാള്. അപ്പൊ അയാള് ഇത് മയക്കുമരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു, നമുക്കറിയില്ല. അപ്പോൾ അല്ലാതെ, അതായത് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഒരു മനസ്സിന്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത്രയും ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്രൈം, അതും ഫാമിലിയൊന്നോ ഫ്രണ്ട്സൊന്നോ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കും. ഒരു സാധാരണ ഒരു മനസ്സിന്റെ ഉടമയ്ക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ക്രൈം ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പം എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇതുപോലെ യൂസ് ചെയ്തിട്ടായിരിക്കാം അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നുള്ളതായിരിക്കാം ഇതുപോലെയുള്ള ക്രൈമിലൊക്കെ അവർ എത്തിപ്പെടുന്നത്. ഓക്കെ, ഈ ഡ്രഗ്സിന്റെ യൂസേജും ക്രൈമും തമ്മിലും ഭയങ്കര ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്ത് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ട് എന്ത് ക്രൈമും ചെയ്യും. അതായത് അതിന് വേണ്ടിയിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇത് അടിച്ച് കയറ്റിയിട്ടുള്ള ആ ഒരു പവറിൽ, ഇത് ഭയങ്കര പവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് അടിച്ചു കഴിയുമ്പോൾ ഭയങ്കര പവർ ആയിരിക്കും, ചുറ്റുമുള്ള കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ചിലത് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പം നമ്മൾ അതിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മൈൻഡ് ആ സമയത്ത് വർക്ക് ചെയ്യും. നമ്മുടെ ബ്രെയിൻ തരുന്ന സിഗ്നൽസ് അതുപോലെ ആയിരിക്കും. അങ്ങനെയാണ് ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള പല ഡിസിഷൻസ് എടുക്കുന്നതും ഈ ക്രൈമിലേക്ക് ആൾക്കാർ എത്തിപ്പോകുന്നതെന്നാണ് ഇത് യൂസ് ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസിലൂടെ പറയുന്നത്. ഇത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരും പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഡ്രഗ് ട്രാഫിക്കിങ്ങിലേക്ക് ആൾക്കാർ പിന്നെയും പൊക്കോണ്ടിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, നല്ല ഫിനാൻഷ്യൽ ഗെയിൻ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ ഒരു ഇതിന്റെ നെറ്റ്വർക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്കൂളിനെയും കോളേജസിനെയും അതുപോലെ മറ്റ് പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം കുട്ടികളാണല്ലോ അവർക്കെല്ലാം അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. സോ അവർ ഈ കുട്ടികളെയൊക്കെ യൂസ് ചെയ്യാനായിട്ടും അതുപോലെ ആ ഒരു നെറ്റ്വർക്ക് വികസിപ്പിക്കാനായിട്ടൊക്കെ അവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്ക് ഈ ഡ്രഗ്സിന്റെ കൂടെ തന്നെ അവർക്ക് ഒരുപാട് ഈ മണി ബെനിഫിറ്റ്സും നല്ലോണം കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പൈസ കിട്ടിയാൽ ആർക്കും അത്ര മോശമാവില്ലല്ലോ. അപ്പോൾ പണം, ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവുമെന്ന് കാണുമ്പോൾ അവരതിന് ഏത് മാർഗത്തിലും അവരതിലേക്ക് പോകാനും അവർ ആ ഒരു ചെയിൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ നല്ലോണം ശ്രമിക്കും. പിന്നെ ഈ ഡ്രഗ്സിന്റെ യൂസേജ് ഒരിക്കലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇപ്പം ചിലപ്പോൾ ചെറിയ കുട്ടികൾ ഇത് കാണുന്നുണ്ടായിരിക്കാം, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം, കോളേജ് സ്റ്റുഡൻസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ മേ ബി എന്താ പറയാ, നിങ്ങളത് യൂസ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും എങ്ങനെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. നമ്മുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. അപ്പം ഈ ഡ്രഗ്സിന്റെ യൂസേജ് ഒരിക്കലും ബാധിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയെ മാത്രമല്ല, ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാത്രമല്ല ഈ ഡ്രഗ്സിന്റെ യൂസേജ് ബാധിക്കുന്നത്. ക്രൈംസ് മാത്രമല്ല നടക്കുന്നത്, അവനവനെ തന്നെ നശിപ്പിക്കുകയാണ് ഈ ഡ്രഗ്സിന്റെ യൂസേജ് കൊണ്ട് ഉണ്ടാവുന്നത്. കാരണം നമുക്ക് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഭാവിയിൽ ഇത് യൂസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത്. ഇപ്പം കൂൾ ലിപ്സ് എന്ന് പറഞ്ഞ സാധനം, അത് ഈ ഒരു ടുബാക്കോയുടെ വകഭേദമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ലിപ്പിൽ വരെ ക്യാൻസർ വരെ വരാനുള്ള റീസൺ ആവുന്നുണ്ട്. കാരണം ഇത് ഈ ചുണ്ടിന്റെ ഇടയ്ക്കാണ് ഇത് തിരികെ വെക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അവർക്കൊരു ഹൈ കിട്ടുകയാണ്. അപ്പം ഈ ലിപ്പിലൊക്കെ ചെറിയ വൂൺസ് വരാനും പിന്നീട് അത് വളരെ മാരകമായിട്ടുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് ഉറപ്പായിട്ടും എത്തിക്കും. ഇപ്പൊ സ്മോക്കിംഗ് കിൽസ് ആൻഡ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഈ സ്മോക്കിംഗ് എങ്ങനെയാണോ നമ്മുടെ ലങ്സിനെയും നമ്മുടെ ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കൂൾ ലിപ്സ്. എനിക്ക് തോന്നുന്നു അതിലും മാരകമായിട്ട് ഭാവിയിൽ അത് ഇവരെയൊക്കെ ബാധിച്ചു. ഇനി ഇതിന്റെയൊക്കെ യൂസേജ് എങ്ങനെ തടയാം എന്നുള്ളതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയാറുള്ളത്. നമ്മൾ വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് അത് വരാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്, അല്ലേ? അപ്പം ഈ ഏർലി ആയിട്ട് എത്രയും പെട്ടെന്ന്, അതായത് തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കുക, ഇതുപോലെയുള്ള എന്താ പറയുക ഈ നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയുക, അതിന്റെ ക്യാമ്പയിൻ, ആന്റി ഡ്രഗ് ക്യാമ്പയിൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, ഇതിന്റെ സപ്പോർട്ടീവായിട്ട് വരുന്ന കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഇപ്പം കുറെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ആന്റി ഡ്രഗ് ക്യാമ്പയിൻസും കാര്യങ്ങളും
ഇതിനെതിരായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സിസ്റ്റംസും നമ്മുടെ ചുറ്റുമുണ്ട്. കുറേ ആൾക്കാർ തന്നെ ഇതിൽ അവെയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഏർലി പീരീഡിൽ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി ഇതിൻ്റെ യൂസ് ചെയ്ത് അങ്ങേ അറ്റത്തേക്ക് എത്താതെ നമുക്കൊരു റീഹാബിലിറ്റേഷൻ കൊണ്ടുപോലും ഇത് മാറ്റാൻ സാധിക്കാത്ത ഒരു ലെവലിലേക്ക് എത്താതെ എത്രയും പെട്ടെന്ന് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ളതാണ് അതിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം അതിലേക്ക് നമ്മളും സപ്പോർട്ട് ചെയ്യുക, അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള കുട്ടികൾക്കാണേലും ആൾക്കാർക്കാണേലും റീഹാബിലിറ്റേഷനുള്ള ഓപ്പർച്യൂണിറ്റീസും അതിനുള്ള ഒരുപാട് സെന്റേഴ്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ നമ്മൾ ആ ട്രീറ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഇതിൽ അകപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ ട്രീറ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഒരിക്കലും ഒരു ഡ്രഗ്സിനും നമ്മുടെ തലമുറയെ വിട്ടുകൊടുക്കാതിരിക്കുക. പിന്നെ കൂടാതെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കൗൺസിലിംഗ് കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാറാൻ പറ്റും. പിന്നെ അതിൽ എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള മാർഗങ്ങൾ, അതായത് വൺസ് ഇപ്പം നമ്മൾ ഈ ഒരു ഡ്രഗ് അഡിക്ഷനാക്കി വന്നുപോയി അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് അഡിക്ട്സ് ആയിപ്പോയി, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ കുറച്ച് പർപ്പസ്ഫുള്ളി കോൺഷ്യസ്ലി നമ്മൾ ഇത് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് പോവാണ്ടിരിക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇങ്ങനൊരു അഡിക്ഷൻ ഉണ്ടെന്നുള്ളത് റിയലൈസ് ചെയ്തിട്ട് അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് ഇത് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് മാക്സിമം പോവാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തെന്ന് പറയുന്നത് നിങ്ങളുടെ സറൗണ്ടിങ്സ് എപ്പോഴും നല്ല, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കൊണ്ടും നല്ല രീതിയിലുള്ള ഫ്രണ്ട്സിനെ കൊണ്ടിട്ടും സറൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആയിരിക്കാം നമുക്ക് ചിലപ്പം ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഭയങ്കര ഹൈ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത്. അപ്പം മാക്സിമം അങ്ങനെയുള്ള ഫ്രണ്ട്സിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ടെംപ്റ്റേഷൻസ് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ടെംപ്റ്റ് ആയി പോവുകയാണ് അല്ലേ. അപ്പോൾ അത് ഈ നമ്മളുടെ ഈ ഇതുപോലെയുള്ള ടെംപ്റ്റേഷൻസ് ഒക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ നമ്മളെ ഈ കുറച്ച് ഈ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും കുറച്ച് യോഗ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യുക. നമ്മുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കലി എക്സസൈസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മളുടെ മൈൻഡിനെയും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് എന്താ പറയുക ഈ ഒരു ഇങ്ങനെയുള്ള ടെംപ്റ്റേഷൻസിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അടുത്തെന്ന് പറയുന്നത് പലപ്പോഴും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഉടനെ എടുത്തിട്ട് ഒരു ഇഞ്ചെക്ഷൻ, അതിലൂടെ നമുക്ക് പെട്ടെന്ന് അതെല്ലാം മറന്ന് നമ്മൾ വേറെ ലോകത്ത് എത്തിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കാണുന്നത്. അപ്പം മൂവീസിലൊക്കെ അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ റിലീസ് ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ, ഒരുപാട് രീതിയിൽ നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതും ഇന്നത്തെ കാലത്ത് നമുക്ക് നമ്മുടെ ഇന്റർനെറ്റിനെയും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളും നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതും അങ്ങനെയുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മളെ ഈ ഡിസ്ട്രാക്ട് ചെയ്യുക. ഇങ്ങനത്തെ തോട്ട്സ്, അതായത് ഇപ്പോൾ എനിക്ക് ഡ്രഗ്സ് വേണം, എനിക്കത് കൂടിയേ തീരൂ, അങ്ങനത്തെ തോട്ട്സ് വരുമ്പം, അല്ലെങ്കിൽ അതിപ്പം എന്ത് തന്നെയാണെങ്കിലും അങ്ങനത്തെ തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ മാക്സിമം ഡിസ്ട്രാക്ട് ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ ചെറിയ ട്രാവലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ചെറിയ തോതിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ തോട്ട്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ടു എസ്കേപ്പ് ഫ്രം ദ ഡ്രഗ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ എക്സ്ട്രാ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
നമ്മുടെ ഈ ഒരു അവയർനെസ്, അതായത് ഈ ആന്റി ഡ്രഗ്സ് അവയർനെസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സ്കൂളിന്റെ കരിക്കുലം ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഒരു ടീച്ചർ ആയിക്കൊണ്ട് ഞാൻ അത് പറയാമോ എന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ സിലബസ് എല്ലാം എക്സ്പേർട്സ് നിന്ന് ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ലൈഫിലേക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ് നമ്മുടെ കരിക്കുലം. ബട്ട് സ്റ്റിൽ അതിൽ നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കാതെ പല കാര്യങ്ങളും ഇല്ലാത്തതായിട്ടും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിലബസിലൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സെക്സ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഈ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, അതെല്ലാം ഇന്നത്തെ കരിക്കുലം ലാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്ക് ലൈഫ് ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? നമ്മുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ പഠിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം. അപ്പം അതിലേക്ക് നമ്മുടെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ലെസൺസ് വരട്ടെ. കാരണം ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതായിരിക്കും. അങ്ങനെ അവരത് മനസ്സിലാക്കട്ടെ, അതിനെക്കുറിച്ച് അവർ പഠിക്കട്ടെ, അസൈൻമെന്റ്സ് ചെയ്യട്ടെ, പ്രോജക്ട്സ് ചെയ്യട്ടെ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ മേ ബി നമുക്ക് നാളെ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുമായിരിക്കാം എന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടു, ഇത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ കണ്ടപ്പം അതിൽ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല സ്റ്റാഫ് റൂമിലെ ഡിസ്കഷൻ എന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ടൊരു വലിയൊരു സംഭവമായിട്ട് കാണുന്നത് അതേ സ്കൂളിൽ ഉള്ള ചില കുട്ടികൾക്കുള്ള അഫയേഴ്സ്. ഞാനും ഒരു ടീച്ചറാണ്. പലപ്പോഴും സ്റ്റാഫ് റൂമിൽ എന്താ പറയുക, പല സ്റ്റാഫ് റൂമിലും വളരെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിനുള്ള അഫെയർ ആയിരിക്കാം. എനിക്ക് തോന്നിയിട്ടുള്ളത് അതല്ല അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലേ? അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻ നടത്തുക. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പല സ്കൂൾസും കോളേജസും ഇതിൽ ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്, പല ക്യാമ്പയിൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പോരാ, അതിൽ കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഡിസ്കഷനിലേക്ക് വരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആസ് എ ടീച്ചർ. ഇനി ഇത് കൂടാണ്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലഹരികളുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഹരി ഹൈ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അതുകൊണ്ട് തന്നെ, ആ ഒരു റീസൺ കൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് പലപ്പോഴും എനിക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാൻ അവിടേക്ക് തന്നെ എത്തുകയാണ്, അല്ലെങ്കിൽ ചില യാത്രകൾ ചെയ്യുമ്പോൾ, ചില എന്താ പറയുക കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, ഡാൻസ് ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ഹൈ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പം, ചില ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം, അവിടെ സ്പെൻഡ് ചെയ്യുമ്പം അവിടുന്ന് കിട്ടുന്ന ആ ഒരു ഹൈ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ഈ ഡ്രഗ്സിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ലഹരികളുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്ന ഹൈ ഒന്നും, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റേസ് ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നില്ല ഈ ഡ്രഗ്സ് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന്. മേ ബി മൊമെന്ററി ആയിട്ടുള്ള, ടെമ്പററി ആയിട്ടുള്ള കുറച്ച് പ്ലഷർ നിങ്ങൾക്ക് തന്നേക്കാം ഇതുപോലെ അൺഹെൽത്തി ഹാബിറ്റ്സിലൂടെ. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള എന്ത് അൺഹെൽത്തി ഹാബിറ്റ്സും, സ്മോക്കിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രിങ്ക്സ്, ആൽക്കഹോൾ, അതുപോലെ ഈ സാധനങ്ങൾ, ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾക്ക് കൂൾ ലിപ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് ചിലപ്പം മൊമെന്ററി ആയിട്ടുള്ള കുറച്ച് നേരത്തേക്കുള്ള ഒരു ഹൈ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കാം. പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഉള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം പെർമനന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന
ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, പാട്ട് പാടുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ബാഡ്മിൻ്റൺ കളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓടുന്നതായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള അങ്ങനത്തെ ഇൻട്രസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് അതിന് മുകളിൽ വർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ എഴുതുന്നതോ പഠിക്കുന്നതോ വായിക്കുന്നതോ ഒക്കെ ആയിരിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ആ കിട്ടുന്ന ലഹരി അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ലഹരിയും നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഹൈ തരുന്നത് തന്നെയാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം കുറച്ച് പേരെങ്കിലും ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മേ ബി ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്